BLM കേരള തമിഴ്നാട് പോണ്ടിച്ചേരി UDF-ൽ നിൽക്കാനും വയ്യ, LDF-ൽ പോകാനും വയ്യാത്ത അവസ്ഥയിൽ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ്. UDF-ൽ സീറ്റ് വിഭജനത്തിൽ കേരള കോൺഗ്രസ് മത്സരിച്ചു തോറ്റ 4 സീറ്റ് ഏറ്റെടുക്കുമെന്ന ഉറച്ച നിലപാടിലാണ് കോൺഗ്രസ്. കഴിഞ്ഞ തവണ മത്സരിച്ച 10 സീറ്റുകളും വേണമെന്ന ഉറച്ച നിലപാടിലാണ് ജോസഫ് ഗ്രൂപ്പ്. എന്നാൽ ഇതിലെ 2 സീറ്റുകളിൽ മാത്രമാണ് നിലവിൽ വിജയസാധ്യതയെന്നാണ് കോൺഗ്രസിന്റെ വിലയിരുത്തൽ. പരാജയപ്പെടാൻ സാധ്യതയുള്ള 8 സീറ്റുകളിൽ ഏറ്റുമാനൂർ, ചങ്ങനാശ്ശേരി, കുട്ടനാട്, ഇടുക്കി സീറ്റുകൾ ഉറപ്പായും ഏറ്റെടുക്കുമെന്ന് കോൺഗ്രസ് അറിയിച്ചിട്ടുണ്ട്. കോതമംഗലം സീറ്റും കോൺഗ്രസ് കണ്ണുവെക്കുന്നുണ്ട്. സീറ്റുകൾ ഏറ്റെടുക്കണമെന്ന UDF നിലപാടിനോട് ജോസഫ് വിഭാഗത്തിന് കടുത്ത വിയോജിപ്പുണ്ട്. സീറ്റുകൾ വെട്ടിക്കുറയ്ക്കാൻ ശ്രമിച്ചാൽ മുന്നണി വിടുന്നതടക്കമുള്ള കടുത്ത തീരുമാനങ്ങളിലേക്ക് കടക്കാനാണ് ജോസഫ് ഗ്രൂപ്പിന്റെ നീക്കം. അതേസമയം LDF-ൽ പോയാലും മത്സരിക്കാൻ സീറ്റ് കിട്ടാത്ത അവസ്ഥയുണ്ട്. LDF-ലെ കേരള കോൺഗ്രസ് എമ്മിന്റെ സാന്നിധ്യവും ജോസഫ് ഗ്രൂപ്പിന്റെ മുന്നണി മാറ്റത്തിന് തടസ്സമാണ്. LDF-ൽ പോയാൽ കേരള കോൺഗ്രസ് എമ്മിനും താഴെയായിരിക്കും ജോസഫ് ഗ്രൂപ്പിന് സ്ഥാനം കിട്ടുക. അതേസമയം PJ ജോസഫിനെയും കൂട്ടരെയും ഇടതു മുന്നണിയിലേക്ക് സ്വാഗതം ചെയ്ത് ജോസ് കെ മാണി രംഗത്ത് വന്നിരുന്നു. കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് തങ്ങളുടെ രക്തത്തിന്റെ ഭാഗമാണെന്നും UDF-ൽ അവർക്ക് ബുദ്ധിമുട്ടുകൾ നേരിട്ടാൽ സംരക്ഷണം നൽകാൻ തയ്യാറാണെന്നും ജോസ് കെ മാണി പറഞ്ഞു. എന്നാൽ LDF-ലേക്ക് പോകുന്നത് ആത്മഹത്യാപരമാണെന്നാണ് ജോസഫ് ഗ്രൂപ്പിലെ ഒരു വിഭാഗം കരുതുന്നത്. കടുംപിടുത്തം തുടർന്ന് കോൺഗ്രസിന് വിട്ടു നൽകേണ്ടി വരുന്ന സീറ്റുകളുടെ എണ്ണം കുറയ്ക്കാനാണ് ജോസഫ് ഗ്രൂപ്പിന്റെ ഇനിയുള്ള ശ്രമങ്ങൾ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, തൊടുപുഴയിൽ വീണ്ടും മത്സരിക്കാൻ ഇറങ്ങുകയാണ് PJ ജോസഫ്. മകൻ അബു ജോൺ ജോസഫ് മത്സരിക്കുമെന്ന അഭ്യൂഹങ്ങൾക്ക് ഇതോടെ വിരാമം ആവുകയാണ്. അബുവിനെ ഇടുക്കിയിൽ മത്സരിപ്പിക്കാനാണ് കേരള കോൺഗ്രസിന്റെ ആലോചന. അബുവിനെ മത്സരിപ്പിച്ചാൽ കോൺഗ്രസിന് സീറ്റ് നൽകേണ്ടി വരില്ല എന്നും പാർട്ടിയിൽ വിലയിരുത്തലുണ്ട്. PJ ജോസഫിന്റെ പ്രായവും ആരോഗ്യ പ്രശ്നങ്ങളും കണക്കിലെടുത്ത് മകനെ തൊടുപുഴയിൽ ഇറക്കണമെന്ന് ഒരു വിഭാഗം നേതാക്കൾ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ തൊടുപുഴയിൽ ജോസഫ് തന്നെ മത്സരിക്കുമെന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. അതിനിടെ അബുവിനെ ഇടുക്കിയിലേക്ക് മാറ്റുന്നതിലൂടെ ആ സീറ്റ് നിലനിർത്തുക എന്നതാണ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ ലക്ഷ്യം. PJ ജോസഫ് വിജയിച്ചാൽ UDF അധികാരത്തിൽ വന്നാൽ മന്ത്രിസ്ഥാനം ഉറപ്പാണ്. PJ ജോസഫ് അടുത്തിടെ മണ്ഡലത്തിൽ സജീവമാവുകയും ചെയ്തിട്ടുണ്ട്. ഏറ്റുമാനൂർ, ചങ്ങനാശ്ശേരി, പൂഞ്ഞാർ എന്നിവിടങ്ങളിൽ അനിശ്ചിതത്വം തുടരുന്നതിനാലാണ് UDF-ൽ സീറ്റിന്റെ കാര്യത്തിൽ ധാരണയാകാത്തത്. ഏറ്റുമാനൂരും ചങ്ങനാശ്ശേരിയും വേണമെന്നാണ് കോൺഗ്രസിന്റെ നിലപാട്. എന്നാൽ ചങ്ങനാശ്ശേരി വിട്ടുകൊടുക്കാൻ തയ്യാറല്ലെന്ന ഉറച്ച നിലപാടിലാണ് ജോസഫ് വിഭാഗം. ഏറ്റുമാനൂർ കോൺഗ്രസ് എടുത്താൽ പകരം സീറ്റ് വേണമെന്നും ജോസഫ് വിഭാഗം ആവശ്യപ്പെട്ടിട്ടുണ്ട്. പൂഞ്ഞാർ നൽകി ഏറ്റുമാനൂരും ചങ്ങനാശ്ശേരിയും ഏറ്റെടുക്കാൻ കോൺഗ്രസ് ആലോചന നടത്തുന്നുണ്ട്. എന്നാൽ 10 സീറ്റിലും മത്സരിക്കണമെന്നും പൂഞ്ഞാർ സീറ്റിലേക്ക് മാത്രം ചുരുക്കാൻ അനുവദിക്കില്ലെന്നുമാണ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ നിലപാട്.